നാഗ്പൂർ സംഘർഷത്തിൻ്റെ സൂത്രധാരൻ ഹാഫിം ഷഹീം ഖാൻ അറസ്റ്റിൽ. ഇയാളാണ് വിദ്വേഷ പ്രസംഗത്തിലൂടെ അക്രമത്തിന് പ്രേരിപ്പിച്ചതെന്ന് FIR-ൽ പറയുന്നു. അക്രമികൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ഉപദ്രവിച്ചതായും FIR-ൽ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാഗ്പൂർ സംഘർഷത്തിൻ്റെ സൂത്രധാരൻ ഫാഹിം ഷഹീം ഖാൻ അറസ്റ്റിലായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, നാഗ്പൂരിൽ തിങ്കളാഴ്ച രാത്രി ഉണ്ടായത് പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള സംഘർഷമല്ല. വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തിയ ആസൂത്രണത്തോടെയാണ് സംഘർഷമുണ്ടായത് എന്ന നിഗമനം നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അത് ഉറപ്പിക്കുന്നതും ഒപ്പം അത്തരത്തിൽ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത നടപടികളുമാണ് നാഗ്പൂരിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നാഗ്പൂരിലുണ്ടായിട്ടുള്ള സംഘർഷം ആസൂത്രണം ചെയ്യുകയും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള മുഖ്യപ്രതി ഫഹീം ഷമീം ഖാനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇയാൾ വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട്, അതായത് ഹിന്ദുക്കൾ നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിൽ, പ്രദേശത്ത് ഹിന്ദു സമൂഹം നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിൽ ഖുറാൻ കത്തിച്ചു എന്ന വ്യാജ പ്രചാരണം നടത്തുകയും ഒപ്പം പ്രദേശത്തെ മുസ്ലിം വിഭാഗത്തിലെ ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഖുറാൻ കത്തിച്ചതിനെതിരെ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം, ആയുധം കയ്യിലെടുക്കണമെന്ന മതപരമായ വിദ്വേഷം നിറഞ്ഞ പ്രസംഗം നടത്തുകയും കലാപത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് FIR-ൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ മുഖ്യപ്രതിയും ആ പ്രദേശത്തെ ആളുകളെ സംഘടിപ്പിക്കുകയും ഗൂഢാലോചനയോടുകൂടി കലാപം നടത്തുകയും ചെയ്തു, കലാപത്തിന് ആസൂത്രണം നടത്തുകയും ചെയ്തു. പക്ഷേ പോലീസിന്റെ ഇടപെടലാണ്, മണിക്കൂറുകൾ നീണ്ട ഇടപെടലിൽ കൊണ്ടാണ് സംഘർഷത്തിന് അയവ് വരുത്താനും ഒരു തുടർ പ്രശ്നങ്ങളിലേക്കോ ഒരു വലിയ കലാപത്തിലേക്കോ നാഗ്പൂർ മേഖല കടക്കാതിരിക്കാൻ കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അറസ്റ്റിലായിട്ടുള്ള ഫഹീം ഷമീം ഖാനെ കോടതി ഈ മാസം 21 വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുണ്ട്. ഇയാളെ കൂടുതൽ പോലീസ് ചോദ്യം ചെയ്യും. ആ പ്രദേശത്തെ ഒരു പ്രാദേശിക നേതാവ്, മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ് പിടിയിലായിട്ടുള്ളത്. പോലീസ് നൽകുന്ന വിവരങ്ങളും റിപ്പോർട്ടിലെ വസ്തുതകളും ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായി നാഗ്പൂരിൽ ഒരു കലാപത്തിനുള്ള ഗൂഢാലോചന ഇയാൾ നടത്തി, അതിനുവേണ്ടി വ്യാജ പ്രചാരണം നടന്നു. നിലവിൽ മഹാരാഷ്ട്രയിലുടനീളം ഔറംഗസേബിൻ്റെ, മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ വിവിധ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട്. അതിനവർ ചൂണ്ടിക്കാട്ടുന്നതും കാലങ്ങളോളം ഭാരത സംസ്കാരത്തിന് മേൽ ക്ഷതമേൽപ്പിച്ചിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിന് നേരെയും ആരാധനാ കേന്ദ്രങ്ങൾക്കെതിരെയും ആരാധനാ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുള്ള ഔറംഗസേബിന്റെ ശവക്കല്ലറ ഇത്തരത്തിൽ സംരക്ഷിക്കേണ്ടതില്ല എന്നും അത് പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം മഹാരാഷ്ട്രയിൽ ഉടനീളം നടക്കുന്നത്. അതിന്റെ ഭാഗമായി നാഗ്പൂരിൽ VHP നടത്തിയിട്ടുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ ഖുറാൻ കത്തിച്ചു എന്ന വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഫഹീം ഷമീം ഖാൻ നടത്തിയിട്ടുള്ളത്. അതിനെതിരെ പ്രതികരിക്കണമെന്നും കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടും വിദ്വേഷ പ്രസംഗം നടത്തി. ഒപ്പം FIR-ൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു ഗുരുതരമായ കാര്യം, ഈ അക്രമികൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ലൈംഗികപരമായി ഉപദ്രവിച്ചു എന്ന കാര്യം കൂടിയും ഈ പോലീസിന്റെ FIR-ൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പോലീസ് വനിതാ ഉദ്യോഗസ്ഥരെ ലൈംഗികമായി ഉപദ്രവിച്ചു, ഒപ്പം ഹിന്ദു ഭവനങ്ങൾ ആക്രമിച്ചു, വാഹനങ്ങൾ അടിച്ചു തകർത്തു, വാഹനങ്ങൾക്ക് തീ വെച്ചു, കടകൾക്ക് നേരെ അക്രമം നടന്നു. പ്രത്യേകിച്ച് ഹിന്ദു ഭവനങ്ങൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയും അക്രമം നടന്നു എന്നുള്ളതും FIR-ൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശക്തമായ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയും സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും എന്ന പ്രതികരണമാണ് ഇന്നലെയും ഇന്നുമായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നടത്തിയിട്ടുള്ളത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള മുഖ്യ സൂത്രധാരകൻ ഉൾപ്പെടെ 65-ലധികം പേരെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇത്തരത്തിലൊരു കലാപം ആസൂത്രണം ചെയ്യാൻ വേറെന്തെല്ലാം ഇടപെടലുണ്ടായി എന്ന കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂർ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത്തരത്തിലൊരു കലാപത്തിനുള്ള കോപ്പുകൂട്ടൽ നാഗ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതും ഏറെ ഗൗരവത്തോടു കൂടി തന്നെ സുരക്ഷാ ഏജൻസികൾ നോക്കിക്കാണുന്നുണ്ട്. ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരപ്രകാരം നാഗ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ഒരു സ്വാഭാവികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിന് മേലുള്ള ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള പ്രതികരണമല്ല, പകരം ഗൂഢാലോചന നടത്തി ആസൂത്രണത്തോടെയുള്ള കലാപമാണ്, കലാപത്തിനുള്ള ശ്രമവും സംഘർഷവുമാണ് നാഗ്പൂരിൽ നടന്നിട്ടുള്ളത് എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിനോദം.